5 ദിവസം കഴിഞ്ഞ് മൺഡേയിൽ പാട്ട് ക്ലാസ്സിന് ചേർന്നു. പാട്ട് ക്ലാസ്സിൽ ചെന്ന് എല്ലാ ദിവസവും പാട്ട് ക്ലാസ്സിന് പോകും. പിന്നെ തുണി എടുക്കാൻ പോയി, ചുരിദാർ തയ്പ്പിക്കാൻ വേണ്ടി അതെടുത്തു. തയ്പ്പിക്കാൻ അളവൊക്കെ കൊടുത്തിട്ട് പോന്നു. മുടി വന്ന് കുളിച്ച് റെഡി ആകുമ്പോഴേക്കും 7 മണി കഴിയുമ്പോഴേക്കും ബെല്ലടിക്കും പ്രാർത്ഥിക്കാൻ പോകാൻ കൊന്തച്ചന്. അപ്പം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേരിട്ട് മെസ് ഹാളിലേക്ക് ഡിന്നറിന് എഴുന്നേറ്റ് രാവിലെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. ഇത് മെസ്സിച്ചിയുടെ കൂടെ പള്ളിയിൽ പോകും. മെസ്സിച്ചി നേരത്തെ പോയില്ല, അതേക്കാളും കസേര പിടിക്കാൻ. മെസ്സിച്ചിക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ കസേര വേണം. ഒരു 5:30 എഴുന്നേറ്റ് 15 മിനിറ്റ്സിനുള്ളിൽ റെഡിയായ മെസ്സിച്ചിയുടെ കൂടെ പോകാം. ഞങ്ങൾ ഗിറ്റാർ വാങ്ങിക്കാൻ പോകും. അപ്പം ഞാൻ മേമയുടെ പടത്തിൽ പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ ഗിറ്റാർ മാഷ് വന്നിട്ടുണ്ടായിരുന്നു. ഗിറ്റാർ മാഷിനോട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്ന ഒരു അങ്കിളുണ്ട്. ആ കൂടെയാണ് ഞങ്ങൾക്ക് റൈഡ് തരുന്നത്. മാഷ് ഗിറ്റാറും കൊണ്ട് തിരിച്ചു പോയി. മാഷിന് സ്കൂളിൽ ക്ലാസ് എടുക്കാനുണ്ട്. അപ്പോൾ തിരിച്ചു പോയി. ഞാനും മേമയും കൂടെ ഓട്ടോ പിടിച്ച് മേമ മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് മഠത്തിലേക്ക് പോയി. അവിടെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട്. ചേച്ചി പേര് മറന്നുപോയി. എന്തായാലും മേമയുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങൾ അവിടെയായിരുന്നു ഊണ് കഴിച്ചത്. നല്ലൊരു ചേച്ചി, മമ്മിയുടെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. മമ്മിയുടെ ഓൾമോസ്റ്റ് സെയിം ഏജ്. അവിടെ നിന്ന് ഊണ് കഴിച്ച് ഞങ്ങൾ നടന്നു. പിന്നെ തുണി എടുക്കാൻ പോയി, തയ്യൽ ക്ലാസ്സിന് വേണ്ടിയുള്ള തുണി എടുക്കാൻ പോയി. അപ്പം അത്ര വില കൂടിയതൊന്നും വേണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ മേടി. രാമകൃഷ്ണനോ അങ്ങനെ എന്താണ്ടായിരുന്നു കടയുടെ പേര്. അവിടെ പോയി ഈ ടോപ്പ് അവിടെ നിന്ന് ഞാൻ മേടിച്ച് ഭംഗിയില്ലേ, ടോപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നിട്ട് അടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നു. അവിടെയാണ് അങ്കിളുടെ ഓൺ ദ വേയിൽ ഞങ്ങളെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ പോയി നിന്നു. അവിടെ ഒരു കണ്ണ് കാണാത്ത ആൾക്കാരുടെ അസോസിയേഷൻ ഐ തിങ്ക് അവിടെ പാട്ട് പാടുന്നുണ്ട്, എന്തോ ചാരിറ്റി വർക്കിന്. അപ്പം പിന്നെ വെൻസ്ഡേ എഴുന്നേറ്റില്ല രാവിലെ പള്ളിയിൽ പോകാൻ. ബിക്കോസ് ഇവിടെ ഉണ്ടായിരുന്നു മാത്സ്, ഹോസ്റ്റലിൽ തന്നെ മാത്സ് ഉണ്ട് വെൻസ്ഡേ രാത്രി. അപ്പം രാവിലെ എഴുന്നേറ്റില്ല. അപ്പം ലേറ്റായിട്ട് എന്ന് വെച്ചാൽ 7:30 7:30 എഴുന്നേറ്റ് ഒരു 8 മണിയാകുമ്പോഴേക്കും റെഡിയായി ഞാൻ വന്നു. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് അപ്ലിക്കേഷൻ എടുത്ത് വെച്ചാൽ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിട്ടാണ് തയ്യൽ ക്ലാസ്സിൽ പോയത്. 2:30 പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. 2:30 പാട്ട് ക്ലാസ്സിന് പോയി തിരിച്ച് വന്നിട്ട് അന്ന് തന്നെ ആയിരുന്നു ഗിറ്റാറിൻ്റെ ആദ്യത്തെ ക്ലാസ്. അപ്പോൾ 4 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് ചായ കുടിക്കാൻ സമയത്ത് ഞാൻ മഗ്ഗിലെടുത്തുകൊണ്ട് വന്നു. കൗൺസിലിംഗ് സെൻറ്ററിൽ പോയിട്ട് അവിടെയാണ് ക്ലാസ് നടത്തുന്നത്, ഗിറ്റാറിൻ്റെ ക്ലാസ്. അപ്പോൾ അത് 6 മണി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് മുറിയിൽ വന്ന് ചായ കുടിച്ചിട്ടാണ് കുളിക്കാൻ കയറി. അത് കഴിഞ്ഞ് കുളിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെയും തിരിച്ച് മുറിയിൽ വന്ന് അത് പിന്നെ വേറൊരു കാര്യമുണ്ട്. പാറ്റേനെ കണ്ട സംഭവമല്ലേ, അത് ഈ ഗിറ്റാർ ക്ലാസ്സിന് മുമ്പായിരുന്നു. അപ്പോൾ ഒരു പാറ്റേനെ കണ്ടു. അപ്പോൾ ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മേമനെ വിളിച്ച് വരുത്തി മേമ കൊന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഗിറ്റാർ ക്ലാസ്സിന് പോയി. തിരിച്ച് വന്ന് ഒന്നും കണ്ടില്ല. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും മേമ വിളിച്ചു. അപ്പം മേമയോട് സംസാരിച്ചിരുന്ന റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ എൻ്റെ മുന്നിൽ തന്നെ പറഞ്ഞിരിപ്പുണ്ട്. അതും അതിൻ്റെ സൈസ് ഇത്ര ഉണ്ട് കേട്ടോ. എന്നിട്ട് മുന്നിൽ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാനെനിക്ക് മേമേ അവിടെ അറിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ട് പോന്നു. എന്നിട്ട് മേമയ്ക്ക് അറിയുന്ന സിസ്റ്ററാണ് വാർഡൻ. അപ്പോൾ വാർഡൻ വന്നിട്ട് അതിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ പിന്നെ അകത്തേക്ക് കയറി എൻ്റെ പുറത്തിരിക്കുന്ന തുണിയെല്ലാം പെട്ടിൻ്റെ അകത്ത് വെച്ച് എനിക്ക് പാറ്റേന്ന് അതിൻ്റെ മുകളിൽ കൂടി നടക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കറണ്ട് പോയി. എല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ എൻ്റെ വാങ്ങിച്ചിരിക്കുന്നൊരു ബാഗും കൂടി ഉണ്ടായിരുന്നു, ഷെൽഫ് വെച്ചേക്കായിരുന്നു. അതെടുക്കാൻ അങ്ങോട്ട് പോയി. അതും കൂടെ എടുത്ത് പെട്ടിലേക്ക് വെക്കാൻ. അതിൻ്റെ മുകളിൽ ഒരു ഇരിപ്പുണ്ട്. അത് കൂടെ കണ്ടപ്പോൾ എന്തോ പോലെ എനിക്ക് ഒന്നോ രണ്ടോ പിന്നെ സഹിക്കാം. മൂന്നാമത്തത് കൂടെ കണ്ടപ്പോൾ എൻ്റെ ദൈവം എൻ്റെ പിടിവിട്ടു. അത് ഞാൻ ഓൾമോസ്റ്റ് കരയാതെ. അത് കഴിഞ്ഞ് പിന്നെ മേമയോട് വിളിച്ചു. മേമയോട് സംസാരിച്ചിട്ട് അത് പറഞ്ഞു. എന്നിട്ട് മേമയാണെങ്കിൽ അവിടെ മിസ്സുണ്ട്, ഫിസിക്സ് പഠിപ്പിക്കുന്ന മിസ്സ്.
അത്ര പ്രായമല്ലേ, 24 വയസ്സുള്ളൂ. ആ മിസ്സിനോട് പറഞ്ഞു. മിസ്സ് എൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് മിസ്സ് വന്നിട്ട് എനിക്ക് വന്നു. മിസ്സ് വന്നപ്പോൾ അതെ ആ സ്ഥലത്ത് തന്നെ 2 ഉണ്ടായിരുന്നു. ഒരെണ്ണമല്ല, ഞാൻ കണ്ടത് പറഞ്ഞേ ഉള്ളൂ, വേറൊരു എൻ്റെ പുറകിലുണ്ടായിരുന്നു അത്ര. എന്നിട്ട് അതിൻ്റെ ഉണ്ടാകും എനിക്ക് കൊന്നു. എൻ്റെ അമ്മ പാറ്റയുടെ ശല്യം. അത് ആരും കൂടി അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗസ്ട്രോമായിരുന്നേ, അത് കാരണം ആരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കിട്ടിയപ്പോൾ അനക്കൊക്കെ കേട്ടിട്ട് പാറ്റ ഇറങ്ങി വന്നതാണ്. എന്തായാലും സംഭവം കൊള്ളാം. അന്ന് രാത്രി ബിട്ടു മിസ്സിൻ്റെ മുറിയില്ല, ബിട്ടു മിസ്സും മേടിച്ച് ചേച്ചിയുടെ മുറിയില്ല ഞാൻ കിടന്നു. എന്നിട്ട് എല്ലാവരും അടുത്ത ദിവസം ഇറങ്ങി കാര്യങ്ങൾ പൊട്ടസാറ്. എന്നിട്ട് ഞാൻ ധൈര്യമൊക്കെ വെച്ച് മേമയുടെ ഒരു കാര്യം മേമാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞിട്ട് തലയിൽ കൈ വെച്ച് പ്രവർത്തിക്കും. എൻ്റെ പേടി പോലെ ആറ്റയുടെ പേടിയായി. എന്തായാലും കൊള്ളാം. എന്നിട്ട് അതൊക്കെ സംഭവിച്ച് കഴിഞ്ഞ് ഞാൻ ഇന്നലെ മുറിയിൽ വന്നിട്ടാണ് കിടന്നത്. ഇന്നലെ കുക്കിംഗ് ക്ലാസ്സിൻ്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ കുറേ പിള്ളേരെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ പിള്ളേരായിട്ടോ. എല്ലാവരും 3:45 പാട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. പാട്ട് എന്നെ മീറ്റ് ചെയ്തു അവിടെ ഡിപ്പോളിൽ. അവിടെയാണ് പഠിക്കുന്നത്, മ്യൂസിക് അക്കാഡമി. അവിടുന്ന് എന്നെ ബാക്കിലേക്കൂടെ എന്നെ കോളേജൊക്കെ കാണിക്കുന്നുണ്ട്. MBA കോളേജില്ലേ, അവിടെ മ്യൂസിക്കല്ല യൂത്ത് ഫെസ്റ്റിവൽ നടക്കായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പിള്ളേരൊക്കെ ഓടി കണ്ടുവന്നേ, പിള്ളേരൊക്കെ ഓടി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പിള്ളേരെന്ന് വെച്ചാൽ കോളേജിൽ പഠിക്കുന്ന ചെക്കന്മാർ പെണ്ണുങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഇങ്ങനെ എന്തോ ട്രഷർ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശരിക്കും പ്രേമത്തിൽ പോലെയല്ല ആ കോളേജിൻ്റെ ഫീലില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് നടന്നു. എന്നിട്ട് ചായ മിസ് ചെയ്തുകൊണ്ട് മാം എനിക്ക് എന്നെ അവിടെ അടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിൻ്റെ കട അവിടെ ഉണ്ടായിരുന്നു, ബ്രാഞ്ച് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ പോയി എന്നിട്ട് തിരിച്ച് മുറിയിലാക്കിയിട്ട് മാം എല്ലാം പരിശോധിച്ചുകൊണ്ടുകൂടെ. എന്നിട്ട് മാമൻ പോയി. പിന്നെ ഞാൻ കുളിച്ച് പ്രാർത്ഥിച്ച് കഴിച്ച് കഴിഞ്ഞ് തിന്നിച്ച് വന്നിട്ട് ഗിറ്റാറിൻ്റെ കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തിട്ട് പ്രാർത്ഥിച്ച് കിടന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുർബാന കണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇവിടെ വന്ന് കുറച്ച് യു ക്യാൻ വിൻ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. നോട്ട്സ് എടുക്കാൻ മാമ തന്നിട്ടുണ്ട്. എന്നിട്ട് ചിലപ്പോൾ എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ടാക്കേണ്ടി വരും. അത് കാരണം അത് വായിച്ചുകൊണ്ടിരുന്നു. ബോറടിച്ചിട്ട് ഞാൻ ഓർത്തു അന്ന് വ്ളോഗ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ട്. വൈകിട്ടേ പോകുന്നുള്ളൂ. മാമയ്ക്കൊരു ക്ലാസ് ഉണ്ട് അവിടെ അടുത്ത്. അപ്പോൾ അതിലൂടെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഹോപ്പ്ഫുള്ളി ലോണ്ടറി ചെയ്തിട്ട് ഞായറാഴ്ച തിരിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യട്ടെ.